ഇതെന്താ സ്വാതി, നിന്റെ ഭാവി നാത്തൂന്റെ മുഖം രാവിലെ മുതൽ കാർമേഘം മൂടിക്കെട്ടിയ ഒരവസ്ഥയിലാണല്ലോ. ഒന്നും മിണ്ടാതെയിരുന്ന് വർക്ക് ചെയ്യുന്ന ശ്രുതിയെ നോക്കി ആമി ചോദിച്ചു. സ്വാതിയും കുറച്ചു നേരമായി ശ്രുതിയെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. ചെയ്യുന്ന വർക്കിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അവളുടെ മുഖത്ത് ആകെ വിഷമമാണെന്ന് അവൾക്ക് മനസ്സിലായി. എന്താ ശ്രുതി, എന്താ നിന്റെ പ്രശ്നം? പിന്നെയും അവൾ ഒന്നും മിണ്ടാതെയിരുന്ന് ജോലി ചെയ്യുന്നത് കണ്ട് സ്വാതി ചോദിച്ചു. ഒന്നുമില്ലടി, മനു അവന് 2 ദിവസം മുൻപ് പനിയാണെന്ന് പറഞ്ഞ് നാട്ടിൽ പോയതാണ്. മിനിഞ്ഞാന്ന് രാവിലെ ഞാൻ വിളിച്ചപ്പോൾ നല്ല പനിയുണ്ടെന്നും പറഞ്ഞു. ഇപ്പോൾ ഇന്നലെയും ഇന്നൊന്നും വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല. മിനിഞ്ഞാന്ന് വിളിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവൻ്റെ ആ മുറപ്പെണ്ണും ഭർത്താവും കൂടെ വീട്ടിൽ വന്നിരുന്നു എന്ന്. മാനസികമായി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവനെ തളർത്തിയോന്ന് ആർക്കറിയാം. വിളിച്ചിട്ടാണെങ്കിൽ ആ ചെക്കൻ ഫോണും എടുക്കുന്നില്ല. എനിക്കെന്തോ അവൻ്റെ കാര്യം ഓർക്കുമ്പോൾ സങ്കടം തോന്നുന്നു. പാവം. കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ ആമി ഒന്ന് മെല്ലെ തലയാട്ടി. കള്ളം പിടിക്കപ്പെട്ടവളെ പോലെ ശ്രുതിയൊന്ന് തല താഴ്ത്തി. അതല്ല, ആ പെണ്ണ് ആവശ്യത്തിൽ കൂടുതൽ അവനെ വിഷമിപ്പിച്ചതാ. ഇനിയും പാവല്ലേ അവൻ. എന്നാലേ അവൻ ഒരു കുഴപ്പവുമില്ലാതെ താഴെ നിൽപ്പുണ്ട്. കുറച്ചു നേരം മുൻപാ വന്നത്. ഡിസ്പ്ലേ പോയതുകൊണ്ട് ഫോൺ മാറ്റി മേടിക്കണമെന്നോ മറ്റോ കൃഷിനോട് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അവൻ വന്നെന്നോ? ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം. മോളെ സ്വാതി. ആമി പറയുന്നത് കേട്ട് ഉത്സാഹത്തോടെ ചാടി എഴുന്നേറ്റ് പോകുന്നവളെ നോക്കി അവൾ സ്വാതിയെ വിളിച്ചു. നിന്റെ ഭാവി ഭർത്താവിനോട് ഭാവി നാത്തൂന് വേണ്ടി കല്യാണമൊന്നും ആലോചിച്ച് ബുദ്ധിമുട്ടണമെന്ന് പറഞ്ഞേക്ക്. അതെന്താ? അവളുടെ ആളെ അവൾ തന്നെ കണ്ടെത്തി മോളെ. എപ്പോ? എന്നിട്ട് അവൾ നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ പറഞ്ഞില്ലേ? എപ്പോ? എടി, അവൾക്ക് ആ മനുവിനോട് ചെറിയൊരു പ്രേമമൊക്കെ തുടങ്ങിയിട്ടുണ്ട് മോളെ. ഒന്ന് പോടി. വിശ്വാസമായില്ലെങ്കിൽ നീ നോക്കിക്കോ, കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൾ തന്നെ വന്ന് നമ്മളോട് ഇക്കാര്യം പറയും. ആണോ? അതെങ്ങനെ വന്നു? എന്നാലും നിനക്ക് എങ്ങനെ മനസ്സിലായി? എടി, അവൻ്റെ തേപ്പ് കഥ സങ്കടത്തോടെ അവൾ പറയുന്നത് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ ട്രെയിൻ ആ ട്രാക്കിലേക്കുള്ളതാണെന്ന്. ഇപ്പോൾ അവൻ്റെ രോഗത്തെ ചൊല്ലി അവൾ പരിതപിക്കുന്നത് കേട്ടപ്പോൾ ഞാനതങ്ങ് ഉറപ്പിച്ചു. നീ നോക്കിക്കോ, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇവളിത് നമ്മളോട് പറയും. വേണമെങ്കിൽ ബെറ്റ് വയ്ക്കാം. ആളെ വിട് സാമി, ഈ കാര്യത്തിൽ നിന്റെ അത്രയും അറിവ് എനിക്കില്ല. സ്വാതി പറയുന്നത് കേട്ട് ചിരിയോടെ നിൽക്കുമ്പോഴാണ് ആമിക്ക് ഫോണിലേക്ക് അവളുടെ വീട്ടിൽ സഹായത്തിന് നിൽക്കുന്ന സുജാതയുടെ കോൾ വന്നത്. എന്താ ചേച്ചി ഈ സമയത്ത്? അമ്മയാ മോളെ. ഫോണിലൂടെ അമ്മയുടെ ശബ്ദം കേട്ടതും ആമയുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മ, അവരമ്മയെ ഉപദ്രവിക്കുകയോ മറ്റോ ചെയ്തോ? അതൊന്നുമില്ല മോളെ, അമ്മയ്ക്ക് ഒരു കുഴപ്പവുമില്ല. എൻ്റെ ഫോണ് അവർ മേടിച്ച് വെച്ചിരുന്നു. അതുകൊണ്ടാ അമ്മയ്ക്ക് മോളെ വിളിക്കാൻ പറ്റാതിരുന്നത്. പിന്നെ ഇവളുടെ ഫോണിൽ നിന്ന് വിളിച്ച് മോൾക്കൊരു പ്രശ്നം ഉണ്ടാകണ്ടല്ലോ എന്ന് കരുതിയാ അമ്മ അതിനും തുനിയാതിരുന്നത്. പിന്നെ അമ്മ ഇപ്പോൾ വിളിച്ചത് വേറൊരു കാര്യം പറയാനാണ്. ഫോണിലൂടെ അമ്പി നീയയ്ക്ക് കോഫി കൊണ്ടുപോയി കൊടുത്തപ്പോൾ റൂമിൽ മരുന്നും മറ്റും കണ്ട കാര്യങ്ങൾ മറ്റും വിശദമായി അവർ പറഞ്ഞു. ആമി എല്ലാം ശ്രദ്ധയോടെ കേട്ട് എന്തോ ആലോചിച്ചിരുന്നു. മോളെന്താ ഒന്നും മിണ്ടാത്തത്? അമ്മ പേടിക്കണ്ട, ഒന്നും പറ്റില്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ, പെട്ടെന്ന് പറയാം എന്ത് വേണമെന്ന്. ശരി മോളെ, നാളെ സുജാത വരുന്ന സമയത്ത് ഒന്ന് വിളിക്കണം. എനിക്ക് ഒരു സമാധാനവുമില്ല. ഞാൻ വിളിക്കാം. എന്താ ആമി? ഫോണ് കട്ട് ചെയ്ത് ആലോചനയോടെ ഇരിക്കുന്ന അവളെ നോക്കി സ്വാതി ചോദിച്ചു. അമ്മ പറഞ്ഞ കാര്യങ്ങൾ ആമി സ്വാതിയോട് പറഞ്ഞു. എന്തൊക്കെയാടി ഈ കേൾക്കുന്നത്? നിന്റെ ചേച്ചി ഇതെന്തിനുള്ള പുറപ്പാടാ? നോക്കാം സ്വാതി, ഞാൻ ഉച്ചയ്ക്ക് ശേഷം ലീവാണ്. നീ എവിടെ പോവാ? ദേവിയും രാധികാൻ്റിയും ലതാമയും പുറത്തു പോകാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ അവർക്കൊപ്പം ഒന്ന് പോയിട്ട് വരാം. ദർശേട്ടൻ എന്തോ ആവശ്യത്തിന് പുറത്തു പോയിരിക്കുകയാണ്. വരുമ്പോൾ നീ പറയണം. പിറ്റേ ദിവസം രാവിലെ നിഖിലും കാർത്തുവും അവരുടെ ഹണിമൂൺ ട്രിപ്പിനായി യാത്രയായി. 2 ദിവസം വലിയ കുഴപ്പമൊന്നുമില്ലാതെ കടന്നുപോയി. 3-ാമത്തെ ദിവസം രാവിലെ ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടാണ് ആമിയും സ്വാതിയും ഉറക്കമുണർന്നത്. ആരാടി? ഉറക്കച്ചവയോടെ സ്വാതി ചോദിച്ചു. അമ്മയാണ്. വെപ്രാളത്തോടെ ഫോൺ എടുത്തുകൊണ്ട് ആമി പറഞ്ഞു. മറുതലക്കിൽ നിന്നും പറഞ്ഞ വാർത്ത കേട്ട് ആമി തറഞ്ഞിരുന്നു പോയി. ആമി, നീ എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും ഈ ഒരു കാര്യം മാത്രം ഞാൻ സമ്മതിച്ചു തരില്ല. നീയും ദേവിയും ഹോസ്പിറ്റലിൽ പോകുന്നില്ല.
ആമി പറയുന്നതിനോട് ഒരു രീതിയിലും അടുക്കാത്തതുപോലെ ദർശൻ പറഞ്ഞു. ദർശേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോയേ പറ്റൂ. അവിടെ വെയിൻ കട്ട് ചെയ്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന അവസ്ഥയിൽ കിടക്കുന്നത് എൻ്റെ ചേച്ചിയാണ്. നിന്റെ ചേച്ചി പോലും. നിന്റെ ചേച്ചിക്ക് നിന്നോടുള്ള സ്നേഹം ഞാൻ കുറേ കണ്ടതാണ് ആമി. അവൾക്ക് എന്ത് സംഭവിച്ചാലും അത് അവൾ വരുത്തി വെച്ചതാണ്. അതിൽ നിന്നെ കൂടി ഉൾപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. നീ മനസ്സമാധാനത്തോടെ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാൻ നോക്ക്. ദർശേട്ടാ, എൻ്റെ ചേച്ചിക്ക് ഞങ്ങളെ അവസാനമായിട്ടൊന്ന് കാണണമെന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെയാ ദർശേട്ടാ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് സമാധാനത്തോടെ ഇരിക്കുന്നത്? ഞങ്ങളൊന്ന് പൊക്കോട്ടെ പ്ലീസ്. നീ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ ഇവിടുന്ന് വിടുമെന്ന ഒരു പ്രതീക്ഷയും വേണ്ട. അന്നേരമാണ് വിച്ചു ഓടിപ്പിടിച്ച് ചിറ്റയിടത്തേക്ക് വന്നത്. എന്താ ദർശൻ, എന്താ നീ എന്നോട് അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത്? ഇവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആമിയെ ചൂണ്ടിക്കാട്ടി ദർശൻ പറഞ്ഞു. ആമിക്ക് എന്താ പ്രശ്നം? കരഞ്ഞു കലങ്ങിയ ആമിയുടെ കണ്ണുകളും ദേഷ്യപ്പെട്ട് നിൽക്കുന്നത് പോലെയുള്ള ദർശൻ്റെ ഭാവവും കണ്ട് ഒരു പകപ്പോടെ വിച്ചു ചോദിച്ചു. പ്രശ്നം? ദർശൻ പല്ല് ഞെരിച്ചു. ഇവളുടെ ചേച്ചി ആ നിയ, അവളിന്ന് ആത്മഹത്യക്ക് ശ്രമിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഇവളെയും ദേവിയെയും ഒന്ന് അവസാനമായി കാണണമെന്ന് പറഞ്ഞ് അമ്മയെ കൊണ്ട് വിളിപ്പിച്ചിരിക്കുകയാണ് അവൾ. കൈകൊണ്ട് നെറ്റി തടവി ദേഷ്യം അടക്കി പിടിക്കാനായി ശ്രമിച്ചുകൊണ്ട് ദർശൻ പറഞ്ഞു. ചെന്നൈയിൽ തുടങ്ങുന്ന ഓഫീസിൻ്റെ ആവശ്യങ്ങൾക്കായി അത്യാവശ്യമായി ചെന്നൈയിൽ പോയതായിരുന്നു ഹരിദാസും മാത്യുവും. തിരിച്ച് എയർപോർട്ടിലെത്തിയപ്പോഴാണ് നിയയുടെ വിവരം അദ്ദേഹം അറിയുന്നത്. ഓടിപ്പിടിച്ച് വീട്ടിലെത്തിയപ്പോഴോ കാണുന്നത് ദർശനും അഭിരാമിയും ഇക്കാര്യത്തെ ചൊല്ലി വഴക്കിടുന്നതാണ്. അച്ഛാ! ഹരിദാസിനെ കണ്ടതും ആമി ഓടിപ്പോയി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. എൻ്റെ നിയ ചേച്ചി അവിടെ ഹോസ്പിറ്റലാണ്. എനിക്കൊന്ന് പോയി കാണണം അച്ഛാ. ആമി, ഞാനീ പറഞ്ഞതൊന്നും നിനക്ക് മനസ്സിലായിട്ടില്ലേ? നീയും ദേവിയും എവിടെയും പോകുന്നില്ല. അച്ഛാ, ഒന്ന് പറ. എൻ്റെ ചേച്ചിയാണ്, എനിക്ക് കാണണം. ഇപ്പോൾ കണ്ടില്ലെങ്കിൽ ഒരുപക്ഷെ എനിക്ക് കാണാൻ. മുഴുവിപ്പിക്കാനാവാതെ ആമിയുടെ ചുണ്ടുകൾ വിതുമ്പിപ്പോയി. ദർശ, അവള് പൊക്കോട്ടെ. എത്രയൊക്കെ പറഞ്ഞാലും അവളുടെ ചേച്ചിയല്ലേ. അച്ഛാ, അവള് വേണ്ട. ദർശൻ എന്തോ പറയാൻ വന്നതും ഹരിദാസ് അവനെ കൈയുയർത്തി തടഞ്ഞു. തിരിച്ച് സ്നേഹിച്ചില്ലെങ്കിലും നിനക്ക് നിന്റെ ദേവിമോള് എങ്ങനെയാണോ അതുപോലെയാണ് അവൾക്ക് അവളുടെ ചേച്ചിയും. ആ കുട്ടി ഇത്രയും അപകടാവസ്ഥയിലിരിക്കുമ്പോൾ അവൾ ആഗ്രഹിച്ചത് ഇവളെയും ദേവിയെയും ഒന്ന് കാണാനാണ്. അത് സാധിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ മനുഷ്യരാണെന്ന് പറയുന്നതിൽ എന്താ മോനെ കാര്യം? എങ്കിൽ ഇവള് മാത്രം പൊക്കോട്ടെ, ദേവിമോളെ ഞാൻ പറഞ്ഞയക്കില്ല. ദർശൻ അവസാന തീർപ്പെന്നോണം പറഞ്ഞു. എനിക്കും പോണം ഏട്ടാ. ആ ചേച്ചി അങ്ങനെയൊരവസ്ഥയിലല്ലേ അവിടെ കിടക്കുന്നത്. ഒന്നുപോയി കാണണ്ടേ? ഇല്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും സംഭവിച്ചു എന്നറിയുമ്പോൾ എനിക്കത് താങ്ങാനാവില്ല. മോളെ, അവളും അവളുടെ ചേട്ടനും നിന്നോട് ചെയ്ത ദ്രോഹങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് നീ മറന്നുപോയോ? അങ്ങനെയല്ല ദർശ. രാധിക മുന്നോട്ട് വന്ന് അവനെ ആശ്വസിപ്പിക്കാൻ എന്നോണം അവൻ്റെ തോളിൽ കൈവച്ചു. ദേവിമോള് പറയുന്നതും കാര്യമാണ്. ഇവർ രണ്ടുപേരും പുതിയൊരു ജീവിതം തുടങ്ങുകയാ മോനെ. അത് സന്തോഷത്തോടു കൂടി വേണ്ടേ ആരംഭിക്കാൻ. ആരുടെയും ശാപം വലിച്ചു വെക്കണ്ട. എൻ്റെ കുട്ടികൾ രണ്ടുപേരും പോയിട്ട് വാ. എല്ലാവരും ഒന്നിച്ച് പറഞ്ഞപ്പോൾ പിന്നെ ദർശൻ എതിർക്കാൻ വാക്കുകളില്ലാതായി. ഒടുവിൽ അവനും സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ ഹരിദാസ് തന്നെ ആമിയെയും ദേവിയെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആമിയെ കണ്ടതും അത്രയും നേരം പിടിച്ചു വെച്ചു എന്ന പോലെ അവളുടെ അമ്മ അവളുടെ നെഞ്ചിൽ കിടന്ന് ഒരുപാട് കരഞ്ഞു. കുറച്ചകലെയായി രാമചന്ദ്രനും അമ്പിയും ഉണ്ടായിരുന്നു. അവരുടെ അവസ്ഥയും ആകെ തകർന്നു എന്ന പോലെയായിരുന്നു. അമ്പി ദേവിയൊന്ന് നോക്കി. അവളും അവനെ കണ്ടിരുന്നു, പക്ഷേ കാണാത്തതുപോലെ തിരിഞ്ഞു നിന്നു. രാമചന്ദ്രനും ശ്രദ്ധിച്ചിരുന്നു അമ്പിയെ കണ്ടപ്പോൾ ദേവി തിരിഞ്ഞു നിന്നത്. ആമിയുടെ അമ്മ മെല്ലെ കണ്ണ് തുറച്ച് ഹരിദാസിനെ നോക്കി. ഇപ്പോൾ അപകടനില തരണം ചെയ്തെന്നാ ഡോക്ടർ പറഞ്ഞത്. അരമണിക്കൂർ കൂടി കഴിഞ്ഞാൽ റൂമിലേക്ക് മാറ്റുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇവരോടൊന്ന് സംസാരിക്കണമെന്നാ ഞാൻ കയറി കണ്ടപ്പോൾ മോള് പറഞ്ഞത്. പറ്റുമെങ്കിൽ കുറച്ചു നേരം കൂടി കാത്തു നിൽക്കാമോ? ദയനീയതയോടെ അവർ ചോദിച്ചു. അതിനു വേണ്ടിയല്ലേ ഞാൻ ഇവരെ ഇവിടെ കൊണ്ടുവന്നത്. എന്തായാലും അരമണിക്കൂർ ആവില്ലേ? അപ്പോഴേക്കും മോൾ അമ്മയെ കൂട്ടിക്കൊണ്ടുപോയി കഴിക്കാനും കുടിക്കാനും എന്തെങ്കിലും വാങ്ങിക്കൊടുക്ക്. ആദ്യത്തേത് ആമിയുടെ അമ്മയോടും പിന്നീടുള്ളത് ആമിയോടും ദേവിയോടും എന്ന പോലെ ഹരിദാസ് പറഞ്ഞു. ആദ്യം അവർ വേണ്ടെന്ന് കുറേ പറഞ്ഞു. ഒടുവിൽ ദേവി കൂടി നിർബന്ധിച്ചപ്പോൾ അവർക്കൊപ്പം അവരും ക്യാൻറ്റീനിലേക്ക് പോയി. ഹരിദാസ് മാത്രം ഒറ്റയ്ക്കായി അവിടെ നിന്നപ്പോൾ രാമചന്ദ്രൻ അയാൾക്കടുത്തേക്ക് വന്നു. ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ. ഒക്കെ എൻ്റെ മോൾക്ക് വേണ്ടിയായിരുന്നു.
മക്കളിൽ ഞാൻ ഏറ്റവും സ്നേഹിച്ചത് അവളെയായിരുന്നു. നിങ്ങളുടെയൊക്കെ കണ്ണിൽ അതൊരു തെറ്റായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടുമെന്ന് കരുതിയപ്പോൾ ഒരു നിധി തിരിച്ച് കിട്ടിയത് പോലെയായിരുന്നു അവൾ. എൻ്റെ എല്ലാ ഉയർച്ചയ്ക്കും എല്ലാ ഐശ്വര്യത്തിനും അവളായിരുന്നു കാരണം. അവൾ ജനിച്ചതിന് ശേഷമാണ് എനിക്കെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവളോടുള്ള സ്നേഹത്തിൻ്റെ തട്ട് എന്നും എനിക്ക് താന്നു കിടന്നിരുന്നു. ഇപ്പോൾ നിങ്ങളോട് ചെയ്തതിനുള്ള ദ്രോഹങ്ങൾക്കൊക്കെയെല്ലാം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. എന്നോട് ക്ഷമിക്കും നിങ്ങൾ. ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. എനിക്ക് പുറത്തു തരണം. താൻ എന്തൊക്കെയാണ് രാമചന്ദ്ര ഈ പറയുന്നത്? നമുക്ക് വലുത് നമ്മുടെ മക്കളല്ലേ. മക്കൾക്ക് വേണ്ടി അച്ഛനമ്മമാർ സ്വാർത്ഥരാകും. തൻ്റെ കാര്യത്തിൽ അതല്പം കൂടിപ്പോയി. പിന്നെ മോൾക്ക് കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ഞങ്ങളെല്ലാവരുമുണ്ട് തൻ്റെ ഒപ്പം. അയാളെ സമാധാനിപ്പിക്കാൻ എന്നോളം ഹരിദാസ് പറഞ്ഞു. അമ്പിയുടെ മുഖത്തും ഒരു കുറ്റബോധം ഹരിദാസ് കണ്ടിരുന്നു. പക്ഷേ അവനോട് കൂടുതലൊന്നും സംസാരിക്കാൻ അയാൾ നിന്നില്ല. പിന്നെയും സമയം കടന്നുപോയി. 1 മണിക്കൂർ കൂടി കഴിഞ്ഞതും ഭക്ഷണം കഴിക്കാനായി പോയവർ തിരിച്ചെത്തി. ഹരിദാസ് ആമിയുടെ അമ്മയെ നോക്കി. പോകുമ്പോൾ ഉണ്ടായ വിഷമമൊന്നും ഇപ്പോൾ ആ മുഖത്തില്ല. അവരുടെ മുഖത്ത് ഒരു സമാധാനം നിഴലിക്കുന്നത് അദ്ദേഹം കണ്ടു. ഹരിദാസ് ആമിയൊന്ന് നോക്കി. അവൾ അദ്ദേഹത്തെ നോക്കി കണ്ണടച്ച് കാണിച്ചു. അവളുടെ ആ പ്രവൃത്തി കണ്ട് ഹരിദാസ് ഒന്ന് ചിരിച്ചു. പേഷ്യൻറ്റിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒരുപാട് സ്ട്രെയിൻ ചെയ്യാനൊന്നും സമ്മതിക്കരുത്. പിന്നെ ആളേതോ 2 പേരെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ വന്നിട്ടുണ്ടെങ്കിൽ കയറി കാണാൻ പറയണം. ആ കുട്ടി പിന്നെയും ചോദിച്ചിരുന്നു അവർ വന്നോ എന്ന്. അവർ വന്നിട്ടുണ്ട് സിസ്റ്റർ. ഞാൻ അവളെ ഒന്ന് കയറി നോക്കട്ടെ. ഒന്ന് സെറ്റാക്കിയിട്ട് അവരെ റൂമിലേക്ക് പറഞ്ഞു വിടാം. ഓക്കെ. നിർദ്ദേശങ്ങൾ കൊടുത്ത് സിസ്റ്റർ പോയതും അമ്പി അകത്തേക്ക് പോയി. അവിടെ നീയെ ബെഡിലേക്ക് പിടിച്ചിരുത്തി കിടത്തുകയായിരുന്നു. മോളെ, എങ്ങനെയുണ്ടെന്ന് എനിക്കിപ്പോൾ? ആമയും ദേവിയും റൂമിനരികിലായി വന്ന് നിന്ന് ഒന്ന് എത്തി നോക്കി. അമ്പി നീയോട് ചോദിച്ചതെല്ലാം അവരും കേട്ടു. എനിക്ക് കുഴപ്പമൊന്നുമില്ല ഏട്ടാ. അവർ വന്നിട്ടുണ്ടോ? ഇല്ലാലേ. എന്നോട് വഴക്കായിരിക്കുമല്ലേ 2 പേർക്കും? അവർ പുറത്ത് നിൽപ്പുണ്ട് മോളെ. ഞാൻ ഇങ്ങോട്ട് വരാൻ പറയാം. അമ്പി വാതിലിൽ അപ്പുറത്തേക്ക് നോക്കി. ആമയും ദേവിയും അവിടെ നിൽപ്പുണ്ട്. അവന് 2 പേരെയും അഭിമുഖീകരിക്കാനായി മടി തോന്നി, പ്രത്യേകിച്ച് ദേവിയെ. അവൾക്ക് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോയി സംസാരിച്ചിട്ട് വാ. ഒരുപാട് നേരമൊന്നും സംസാരിക്കാൻ നിൽക്കരുത്. ഒരുപാട് സ്ട്രെസ് കൊടുക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. 2 പേരുടെയും മുഖത്തേക്ക് നോക്കാതെ താഴേക്ക് നോക്കി നിന്നുകൊണ്ട് അവനൊരു അപേക്ഷ പോലെ പറഞ്ഞു. അവൻ പറഞ്ഞതിന് മറുപടിയൊന്നും കൊടുത്തില്ലെങ്കിലും അത് ശരിവെക്കുമെന്നതുപോലെ 2 പേരും പരസ്പരം ഒന്ന് നോക്കി അകത്തേക്ക് കയറി. ആദ്യം പുറത്ത് തന്നെ നിൽക്കാമെന്ന് അമ്പി വിചാരിച്ചെങ്കിലും പിന്നീട് അവർക്ക് പുറകെ കയറി വാതിലടച്ച് അതിൽ ചാരി നിന്നു അവൻ. ഞാൻ കരുതിയത് നിങ്ങളെന്നെ കാണാൻ വരില്ലെന്നാ. അത്രത്തോളം ദ്രോഹിച്ചതല്ലേ ഞാൻ 2 പേരെയും. എന്നിട്ടും ഞാൻ ഇങ്ങനെയൊരു അവസ്ഥയിലായി എന്നറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് വരാൻ തോന്നിയല്ലോ. അതൊന്നും ചേച്ചി ഇപ്പോൾ ഓർക്കണ്ട. ഒരുപാട് സ്ട്രെസ് എടുക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ചേച്ചി കിടന്നു. അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് ആമി പറഞ്ഞു. സ്ട്രെസ്? അവളൊന്ന് പുച്ഛിച്ച് ചിരിച്ചു. മരിച്ചു പോയാൽ മതിയായിരുന്നു ഞാൻ, അല്ലേ മോളെ? ചേച്ചി എന്തൊക്കെയാ ഈ പറയുന്നേ? ചേച്ചിക്ക് ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞല്ലോ. പിന്നെ എന്താ? എല്ലാം വേഗം മാറും ചേച്ചി. ദേവി പറയുന്നത് കേട്ട് നീയ ദേവിയെ നോക്കി. അവളും അവളെ നോക്കിയൊന്ന് ചിരിച്ചു. ഏറ്റവും അധികം ദ്രോഹം ഞാൻ ചെയ്തിട്ടുള്ളത് നിന്നോടാണ്. എന്നിട്ടും എൻ്റെ ഈ അവസ്ഥ കണ്ട് അതിലെന്നെ പരിഹസിക്കാതെ സഹതിപ്പിച്ചില്ലേ നീ? അതൊക്കെ പോട്ടെ ചേച്ചി. കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ, അതൊക്കെ മറന്നു കളാം. എന്നിട്ട് വേഗം ശരിയായി ചേച്ചി ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആവട്ടെ. വേണ്ട മോളെ, ഇനി ഇതിൽ നിന്ന് ഒരു മോചനം ഞാൻ ആഗ്രഹിക്കുന്നില്ല. തിരിച്ച് സ്നേഹിക്കുന്നില്ലെന്നറിഞ്ഞിട്ടും ഞാനൊരാളെ സ്നേഹിച്ചു. എൻ്റെ ജീവനേക്കാൾ വലിയ സ്ഥാനം ഞാൻ അയാൾക്ക് കൊടുത്തുപോയി. ഇനി അയാളെ മറന്ന് പുതിയൊരു ജീവിതത്തിനൊന്നും എനിക്കാവില്ല. ഇപ്പോൾ രക്ഷപ്പെട്ടെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ഇത് തന്നെയായിരിക്കും എൻ്റെ അവസ്ഥ. അത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇത് കേട്ട് ആമയും ദേവിയും ഞെട്ടി പരസ്പരം നോക്കി.